CPM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു. നാളെ ഹാജരാകാനാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. കേസിൽ ഒരാളെ കൂടി പ്രതിയേർത്തിട്ടുണ്ട്. കേസിൽ കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റജിക്കെതിരെയും പരാതി ലഭിച്ചു. പേര് പരാമർശിച്ച് അപവാദ പ്രചാരണം നടത്തിയെന്ന് കാണിച്ച് മുനമ്പം DYSPക്കാണ് പരാതി കൊടുത്തത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ആൻമരിയ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. ഉച്ചയോടുകൂടിയാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. കേസിൽ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. ആദ്യഘട്ടത്തിൽ ഈ പരാതി വന്ന സമയത്ത് തന്നെ ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയതാണ്. എന്തായാലും നാളെ 10 മണിക്ക് മുനമ്പം DYSP ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി മുനമ്പം DYSPക്ക് നൽകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റജിക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: പേര് പരാമർശിച്ച് അപവാദ പ്രചാരണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഒരു ഓൺലൈൻ ചാനലിന് ഇവർ ഇതിനു മുൻപ് ഈ കോൺഗ്രസ് നേതാവ് ഒരു ഇന്റർവ്യൂ നൽകുന്നു. അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് കാര്യങ്ങളും ഇങ്ങനെയാണ്: ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പലതവണയായിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, സ്ഥിരീകരിക്കുന്നതാണ് എന്നടക്കമുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അവർ ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ ഓൺലൈൻ ചാനൽ നൽകിയിരിക്കുന്ന ഈ ഇന്റർവ്യൂ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇതിനകത്ത് മൂന്നാമതൊരാളെ കൂടി പോലീസ് പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യൂട്യൂബറെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കൊണ്ടോട്ടി അബു എന്ന് വിളിക്കപ്പെടുന്ന അങ്ങനെ ഒരു പ്രൊഫൈലുള്ള യാസിർ എന്ന് പറയുന്ന ആളെയാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലും പോലീസിന്റെ മലപ്പുറത്തുള്ള വീട്ടിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മറ്റൊരാള് കുറിച്ചുള്ള രണ്ടാം പ്രതിയെക്കുറിച്ചുള്ള നോട്ടീസ് നൽകുന്നതും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം വരികയാണ്. പോലീസ് അതിനകത്തും കൃത്യമായി പറയുന്നത്, കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായെങ്കിൽ, ഇതൊരു സൈബർ കേസ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അറസ്റ്റ് എന്ന കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ആ വിവരങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് അറസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകും. ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ യാസിറിനും അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണനും പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു പരാതി കൂടി ഇപ്പോൾ കേസിൽ മുൻപോട്ട് വരുന്നതും ചെയ്യുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.